അഭിലാൽ ഇപ്പോൾ ഉള്ളത് എവിടെയാണ്? നേരത്തെ അഭിലാൽ ഒരു ദൃശ്യം പങ്കുവച്ചല്ലോ, വാഹനം പോകുന്നതിൻ്റെ. ഈ അപകടവുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പും പോലീസും ഒക്കെ ശേഖരിച്ചോ? അവർ പരിശോധിച്ചിട്ട് എന്താണ് പറയുന്നത്? മോട്ടോർ വാഹന വകുപ്പിൻ്റെ പരിശോധന തുടരുകയാണ്. അതേസമയം ഈ അപകടം ഉണ്ടാകുന്നതിന് ഏറെക്കുറെ 2 മിനിറ്റ് മുൻപ് ഉള്ള ഈ കാർ കടന്നു പോകുന്ന CCTV ദൃശ്യങ്ങളാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. അപകടം നടന്ന മുറിഞ്ഞകൽ കവലയ്ക്ക് ഏറെക്കുറെ 600 മീറ്റർ മുൻപുള്ള ഒരു വീട്ടിലെ CCTV ക്യാമറയിലാണ് ഈ ദൃശ്യങ്ങൾ ഉള്ളത്. 2 ക്യാമറകളാണ് റോഡിൻ്റെ ഭാഗത്തേക്ക് സ്ഥാപിച്ചിരുന്നത്. അതിൽ 2ലും ദൃശ്യങ്ങൾ ലഭ്യമായിട്ടുണ്ട്. സാധാരണയിൽ കവിഞ്ഞ ഒരു വേഗത്തിൽ കാർ കടന്നു പോകുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഉദ്ദേശം എത്ര കിലോമീറ്റർ സ്പീഡിലാണ് ഈ വാഹനം കടന്നു പോകുന്നത് എന്നതിനെ സംബന്ധിച്ച് നമുക്ക് വ്യക്തതയില്ല. മോട്ടോർ വാഹന വകുപ്പിൻ്റെ പ്രാഥമിക പരിശോധനകളാണ് പൂർത്തിയായിട്ടുള്ളത്. അതേസമയം തന്നെ RTO അടക്കം പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ സ്ഥലത്ത് നേരിട്ടെത്തി വാഹനം രണ്ടും പരിശോധിക്കും. എന്തായാലും അപകടം ഉണ്ടായിട്ടുള്ളത് അമിത വേഗതയിൽ കാർ എത്തിയതിൽ നിന്നാണ് എന്നുള്ളതും ഒപ്പം തന്നെ വാഹനത്തിൻ്റെ ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് എന്നും പോലീസും അതോടൊപ്പം തന്നെ മോട്ടോർ വാഹന വകുപ്പ് അധികൃതരും പ്രാഥമികമായ വിവരങ്ങൾ എന്നുള്ള തരത്തിൽ പങ്കുവെക്കുന്നുണ്ട്. കൂടുതൽ പോലീസ് രജിസ്റ്റർ ചെയ്ത FIR-ൽ കാർ ഡ്രൈവർ അശ്രദ്ധമായും അപാകമായും വാഹനം ഓടിച്ചതാണ് അപകടത്തിനിടയാക്കിയതെന്ന് വ്യക്തമാക്കുന്നുണ്ട്. എതിർദിശയിൽ വന്നത് ശബരിമല തീർത്ഥാടകരുടെ വാഹനമാണ്. അത് എതിർദിശയിൽ അമിത വേഗതയിൽ കാർ തെറ്റായി കടന്നു വരുന്നത് കണ്ട് ബ്രേക്ക് ചെയ്ത് സാവധാനം വേഗം കുറച്ച് ഇടത് വശത്തേക്ക് ഒതുക്കി എന്നുള്ളതാണ് ഡ്രൈവർ സതീഷ് വ്യക്തമാക്കിയിട്ടുള്ളത്. സമാനമായ രീതിയിലുള്ള പ്രതികരണങ്ങൾ പോലീസിൻ്റെ ഭാഗത്തുനിന്നും മോട്ടോർ വാഹന വകുപ്പ് അധികൃതരുടെ ഭാഗത്തുനിന്നും അനൗദ്യോഗികമായി വരുന്നുണ്ട്. ചുരുക്കത്തിൽ ശബരിമല തീർത്ഥാടനം സഞ്ചരിച്ചിരുന്ന വാഹനത്തിൻ്റെ ഡ്രൈവറുടെ ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ച ഈ അപകടത്തിന് കാരണമായിട്ടില്ല. എതിർദിശയിൽ ഇടതുവശത്തുകൂടി കടന്നു പോകേണ്ട വാഹനം വലതുവശത്തേക്ക് കയറി ബസ്സിൽ ഇടിക്കുകയാണ് ഉണ്ടായത്. ആ ബസ്സിൽ 19 യാത്രക്കാരാണ് ഉണ്ടായിരുന്നത്. ബസ്സിൻ്റെ ചില്ലുടയുകയും അതോടൊപ്പം തന്നെ മുൻവശത്ത് ചെറിയ കേടുപാടുകൾ സംഭവിക്കുകയും അല്ലാതെ കാര്യമായ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. ബസ് റോഡിൽ തന്നെ മറ്റൊരു ഭാഗത്തേക്ക് മാറ്റി നിർത്തിയിരിക്കുകയാണ്. ബസ്സിൻ്റെ ഡ്രൈവറെ നിലവിൽ പോലീസിൻ്റെ കസ്റ്റഡിയിലുണ്ട്. അയാളുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തേണ്ടതും ഒപ്പം തന്നെ കേസിൻ്റെ തുടർ നടപടികളുടെ ഭാഗമായ അയാളുടെ സാന്നിധ്യം ഇവിടെ ആവശ്യമാണ് എന്നതിനാലാണ് കൂടുതൽ പോലീസ് അദ്ദേഹത്തെ കസ്റ്റഡിയിൽ വെച്ചിട്ടുള്ളത്. അതേസമയം തന്നെ വാഹനത്തിലുണ്ടായിരുന്ന മറ്റ് 19 പേരിൽ ഒരാൾക്കാണ് നേരിയ പരിക്കുള്ളത്. പ്രഥമ ചികിത്സയ്ക്ക് ശേഷം സംഘാംഗങ്ങളെല്ലാവരും മറ്റൊരു വാഹനം തരപ്പെടുത്തി ചെങ്ങന്നൂരിലെത്തി റെയിൽവേ സ്റ്റേഷൻ മുഖേന യാത്ര തുടരുന്നതിനാവശ്യമായ ക്രമീകരണങ്ങളിലേക്ക് പോയിട്ടുണ്ട്. രാവിലെ 4:05 ഈ അപകടം ഉണ്ടാകുന്നത്. പുലർച്ചെ സമയമാണ് എന്നതിനാൽ തന്നെ നാട്ടുകാരൊക്കെ തന്നെ ഈ ശബ്ദം കേട്ട് ഉണർന്ന് എഴുന്നേറ്റ് വരികയായിരുന്നു. പോലീസ് വളരെ വേഗത്തിൽ എത്തി 4:18 കൂടി ആംബുലൻസ് ഇവിടെ എത്തി വാഹനത്തിൽ നിന്നും അനുവിനെയാണ് പുറത്ത് എടുത്ത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. അനുവിന് ജീവനുണ്ടായിരുന്നു, ഈ അപകടത്തിന് ശേഷം അനുവിന് ജീവനുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ടായിരുന്നു. ഈ പോലീസുകാരുമായും അവിടെ നിന്ന് രക്ഷാപ്രവർത്തനം നടത്തിയ ആളുകളുമായി സംസാരിക്കുമ്പോൾ ഈ അപകടത്തിന് ശേഷം ഇവരുടെ അവസ്ഥ എങ്ങനെയായിരുന്നു എന്നത് മനസ്സിലാവുന്നുണ്ടോ? ഈ രക്ഷാപ്രവർത്തന സ്ഥലത്തേക്ക് ആദ്യം എത്തുന്നവരിൽ ഒരാൾ ആംബുലൻസിൻ്റെ ഡ്രൈവർ വിഷ്ണുവാണ്. തുടക്കത്തിൽ തന്നെ വിഷ്ണു ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദമായ വിവരങ്ങൾ നമ്മുടെ അടുത്ത് പങ്കുവച്ചിരുന്നു. വന്ന് എത്തുന്ന സമയത്ത് ഡോറുകൾ 4 തുറക്കാൻ കഴിയാത്ത സ്ഥിതിയാണ് ഉണ്ടായത്. വിഷ്ണു കൂടി ഉൾപ്പെട്ട് വണ്ടിക്കുള്ളിൽ നിന്നും ലിവർ എടുത്തുകൊണ്ട് വന്ന് കാറിൻ്റെ പിൻ സീറ്റിൽ ഇടതുവശത്ത് ചേർന്നിരുന്ന അനുവിനെ രക്ഷപ്പെടുത്താനാണ് ശ്രമം നടത്തിയത്. കാരണം അനുവിന് മാത്രമേ നേരിയ തോതിൽ അനക്കം ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ലിവർ ഉപയോഗിച്ച് കാറിൻ്റെ ഇടതുവശത്തെ ചില്ല് പൊട്ടിക്കുകയും പിന്നീട് കാറിൻ്റെ ഡോർ അൺലോക്ക് ചെയ്ത ശേഷം അനുവിനെ പുറത്ത് എത്തിക്കുകയുമാണ് ഉണ്ടായത്. ഈ സമയം തൊട്ട് വലതുവശത്തായി നിഖിൽ ഉണ്ടായിരുന്നു. പക്ഷേ നിഖിൽ തലകീഴായി കിടക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ മുൻ സീറ്റിൻ്റെയും പിൻ സീറ്റിൻ്റെയും ഇടയിൽ കാറ് ഉള്ളിലേക്ക് ഞെരുങ്ങി അമർന്ന സ്ഥിതിയിലായിരുന്നു. അതിനാൽ അഖിലിനെ പുറത്തെടുക്കാൻ കഴിയാത്ത ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ സമാനമായ സ്ഥിതിയിൽ തന്നെയായിരുന്നു മുൻ സീറ്റ് യാത്രക്കാരായ മറ്റു 2 പേരും ഉണ്ടായിരുന്നത്. വാഹനം ഒരു തരത്തിലും വാഹനത്തിൽ നിന്ന് ഇവരെ പുറത്തെടുക്കാൻ കഴിയാത്ത സ്ഥിതിയിൽ പിന്നീട് 4:38 എന്ന സമയം വരെ കാത്തു നിൽക്കേണ്ടി വന്നു. ഫയർഫോഴ്സ് സംഘാംഗങ്ങൾ എത്തിയ ശേഷം പിന്നീട് മറ്റ് യന്ത്രസഹായത്തോടു കൂടി വാഹനങ്ങളുടെ ഭാഗങ്ങൾ കട്ട് ചെയ്ത് നീക്കിയാണ് മറ്റ് 3 പേരെയും കൂടി പുറത്തെടുത്തത്. അവസാന ആളിനെ പുറത്തെടുക്കുമ്പോൾ അപകടം കഴിഞ്ഞ് ഏറെക്കുറെ 1 മണിക്കൂർ സമയം കൂടി പിന്നിട്ടിരുന്നു. പക്ഷേ അവർ സംഭവ സ്ഥലത്ത് തന്നെ 3 പേരും മരണമടഞ്ഞിരുന്നു. ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വേളയിൽ വിഷ്ണുവിൻ്റെ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരം അനുസരിച്ച് ആശുപത്രിയിൽ എത്തുന്നതിന് തൊട്ട് മുൻപ് വരെയും അനക്കം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ആശുപത്രി അധികൃതർ
എന്ന് പറയുന്നത് കോന്നി താലൂക്ക് ആശുപത്രിയിലെത്തി പ്രാഥമികമായ പരിശോധന നടത്തുമ്പോഴും ഹൃദയമിടിപ്പ് ബാക്കിയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് കുറച്ചുകൂടി മെച്ചപ്പെട്ട ചികിത്സ ലഭ്യമാക്കുന്നതിൻ്റെ ഭാഗമായി പത്തനംതിട്ട സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിച്ചത്. പക്ഷേ അവിടെ എത്തുന്നതിന് മുൻപ് തന്നെ മരണം സംഭവിച്ചിരുന്നു.